ടി വി ചാനലുകളിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഞാനൊരു 4-5 വർഷം തുടർച്ചയായിട്ട് ശബരിമലയിൽ ഡ്യൂട്ടിക്ക് പോകുമായിരുന്നു. അപ്പോൾ ഒരു 10 ദിവസം 12 ദിവസമൊക്കെ ആയിരിക്കും ഡ്യൂട്ടി. അപ്പോൾ അത് 1-2 തവണയൊക്കെ പോകേണ്ടി വരും. അപ്പോഴൊക്കെ തന്നെ ഞാൻ ഒരിക്കലും ഈ ഇരുമുടിക്കെട്ടില്ലാതെ പോകുമ്പോൾ ഈ 18-ാം പടി കയറി പോവുകയോ അല്ലെങ്കിൽ തിരിച്ചിറങ്ങുകയോ കയറാൻ പാടില്ല. അങ്ങനെ പാടില്ല. വല്ലപ്പോഴും ഈ പടിപൂജയൊക്കെ നടക്കുന്ന സമയത്ത് ഈ ബ്രാഹ്മണരായ കുറേ ആൾക്കാരുണ്ടല്ലോ, ഈ പൂജാരിമാരൊക്കെ, അവർ മാത്രമാണ് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുന്നത്. ഇന്നലെ സ്റ്റെപ്പ് ഇറങ്ങാമല്ലോ, ഇറങ്ങാനും കയറാനും പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഭയങ്കര വൈറലായി. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകാൻ പോകുന്ന എന്ന് പറഞ്ഞ കുറേ പോലീസ് അയ്യപ്പന്മാർ ഇങ്ങനെ 18-ാം പടി 30 പേര് 18-ാം പടിയിൽ ഓരോ പടിയിലുമായി നിരന്ന് നിന്നിട്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കും. ഇത് ഭയങ്കരമായിട്ട് വൈറലായി. അപ്പം മുതൽ എൻ്റെ ഒരു സംശയമാണ്, അന്നൊക്കെ നമ്മൾ പോലും ഈ മീഡിയയ്ക്ക് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് ശബരിമലയിൽ, അവരാരും ഉപയോഗിക്കാത്ത രീതിയിലുള്ള ഒരു അധികാരം എടുത്ത് ഉപയോഗിച്ചതല്ലേ എന്ന് എനിക്കങ്ങനെ അഭിപ്രായമില്ല. കാരണം വിശ്വാസപരമായും ആചാരപരമായും ചിലപ്പോൾ തെറ്റായിരിക്കാം, കാരണം നമ്മൾ ഇരുമുടി കെട്ടില്ലാതെ ശബരിമലയ്ക്ക് പോവാം. നമുക്ക് 18-ാം പടി കയറാൻ പാടില്ലെന്നേ ഉള്ളൂ, ഇപ്പുറത്തൂടെ കയറി പോകണം. ഞാനും പോയിട്ടുണ്ട് അങ്ങനെ. ഞാൻ കെട്ടില്ലാതെ പോയിട്ടില്ല, എനിക്ക് ആ വഴി അറിയാം. അപ്പോൾ ഏതായാലും ശബരിമലയിൽ പോയി ഞാൻ ഓർക്കുകയാണ് പെട്ടെന്ന്, ഈ ശബരിമല പ്രക്ഷോഭം നടക്കുന്ന കാലത്ത് ആളുകൾ സർക്കാരിനോടുള്ള രോക്ഷം ഇങ്ങനെ ആളിക്കത്തി പോലീസിനെ നിയന്ത്രിക്കാൻ വന്നപ്പോൾ പോലീസുകാർ RSS നേതാവ് വത്സൻ തില്ലങ്കേരിയെ വിളിച്ചിട്ട് ഒന്ന് സമാധാനിപ്പിക്കാൻ പറഞ്ഞു. അദ്ദേഹം മെഗാഫോൺ വാങ്ങിച്ച് പ്രവർത്തകരോട് ശാന്തരാകാൻ ആഹ്വാനം ചെയ്യുന്നൊരു സീനുണ്ടായിരുന്നു. അത് വലിയ വിമർശനമാണ്, ഇപ്പോഴും ആളുകൾ ആക്ഷേപിക്കുന്നുണ്ട്. അത് കേരള പോലീസിൻ്റെ മേധാവി DGP ആണോ വത്സൻ തില്ലങ്കേരി? അത് വിവരക്കേട് കൊണ്ട് പറയുന്ന ഒരു വലിയ കാഷ്വാലിറ്റി ഉണ്ടാകാൻ പോകുന്നു, അക്രമം ഉണ്ടാകാൻ പോകുന്നു, കൈവിട്ട് പോകാൻ പോകുമ്പോഴേക്ക് പോലീസ് ഉൾപ്പെടെ ആരും, പട്ടാളം പോലും ചിലപ്പം ചില ആളുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കും. അത് ചിലരുടെ നാട്ടിലൊക്കെ വലിയ സംഘർഷം ഉണ്ടാകുമ്പോൾ പള്ളിയിലച്ചന്മാർ എന്ന് പറയും അല്ലേ, അത് പള്ളിയിലച്ചനാണോ നാട് ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തിരിക്കും? അങ്ങനെയല്ല, ഒരു സംഘർഷം ഉണ്ടായി കൈവിട്ട് പോകുന്നൊരു സ്ഥിതി വരുമ്പോൾ അതിനെ അടക്കി നിർത്താൻ വേണ്ടിയിട്ട് എല്ലാ ഏജൻസികളും സർക്കാരും പോലീസും എല്ലാവരും ചെയ്യുന്നൊരു തന്ത്രമാണ് ജനങ്ങളെ ശാന്തരാക്കാൻ പറ്റുന്ന, ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ളത്. അതാണെന്ന് വത്സൻ തില്ലങ്കേരി ചെയ്തത്. അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം അവിടെ അനിയന്ത്രിതമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ശബരിമലയിൽ ചോര വീഴണമെന്നായിരുന്നു. അതുകൊണ്ടാണ് വത്സൻ തില്ലങ്കേരി ആരാണ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ പറയുന്നവർക്ക് അവിടെ പ്രശ്നം ഉണ്ടാവണം. ലാത്തിചാർജോ സന്നിധാനത്തിലാണ്, തിരുനടയുടെ മുകളിലാണ്, അവിടെ ചോര ചിന്തണം. ലാത്തിചാർജ് ഉണ്ടായി, ആരെങ്കിലും വീണു തലപൊട്ടി ആക്കണം. അവിടെ തിരുനടയിൽ ഒരു ലാത്തിചാർജ് എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമായി വരും. കേരളം ചിലപ്പം കത്താൻ പോകുന്ന പ്രശ്നമായിട്ട് മാറും. അത് ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ, പോലീസ് എടുത്ത ഏറ്റവും അവസരോചിതമായ നിലപാടായിരുന്നു അന്ന് വത്സൻ തില്ലങ്കേരി ഇങ്ങോട്ട് സംസാരിക്കുക. അദ്ദേഹം മെഗാഫോൺ വാങ്ങിച്ച് മൈക്കിലൂടെ പറഞ്ഞ് ആളുകളെ ശാന്തരാക്കി. ഒരു വലിയ അപകടം ഒഴിവാക്കി കിട്ടി. കാരണം ഒന്ന് ആലോചിച്ചു, ലാത്തിച്ചാർജ് ഉണ്ടാകുന്നു, ആയിരക്കണക്കിന് ആളുകൾ ഓടുന്നു, കൂട്ടക്കൊലിച്ച് സ്റ്റാമ്പേഡ് ഉണ്ടാകുന്നു, എന്തൊക്കെ മരണങ്ങൾ വരെ സംഭവിക്കുന്നത്. അതാണ് പോലീസ് തന്ത്രപരമായ നിലപാടിലൂടെ ആ ആളുകളിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഒരാളെ കണ്ടെത്തി അദ്ദേഹത്തെ കൊണ്ട് പറഞ്ഞ് സമാധാനിപ്പിച്ചത്. അതിനെ ഇപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്യുന്ന ശവന്തീനികളായ രാഷ്ട്രീയക്കാരും മറ്റ് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ ലക്ഷ്യം വേറെയാണ്. അവരുടെ ലക്ഷ്യം വിജയിക്കാത്തുള്ള നിരാശ കൊണ്ടാണ് വത്സൻ തില്ലങ്കേരി എന്താണെന്ന് കാണിച്ചെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. അന്ന് പറഞ്ഞത് വത്സൻ തില്ലങ്കേരി ഭഗവാന് പുറം തിരിഞ്ഞ് നിന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരു സംഭവം, നമ്മൾ സന്നിധാനത്ത് പോകുന്ന ആരും നടക്ക് നേരെ പുറം തിരിഞ്ഞ് നിന്നിട്ടില്ലേ? ഉണ്ടല്ലോ. അറിയാതെ നമ്മൾ സഞ്ചരിക്കുമ്പോഴൊക്കെ ഏത് ക്ഷേത്രങ്ങളിലും നമ്മൾ ഭഗവാനെ അല്ലെങ്കിൽ മൂർത്തിയെ തൊഴുത്ത് പുറത്തിറങ്ങുമ്പോൾ കഴിയുമെങ്കിൽ പുറം തിരിഞ്ഞിറങ്ങാതിരിക്കുക എന്ന് ശ്രദ്ധിക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയല്ല, കയറിയ പോലെ ഇറങ്ങിപ്പോരുന്നവരുണ്ട്. അപ്പോൾ അതൊന്നും അത്ര വലിയ ആചാരലംഘനമോ ഭഗവാനെ പുറം കാണിച്ചു എന്ന് പറയുന്ന തരത്തിലൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാൻ നോക്കുന്നത്, ഈ അയ്യപ്പന്മാർ നിലവിലുള്ള വിശ്വാസവും ആചാരവും പ്രകാരം 18-ാം പടിയിൽ കയറിയത് തെറ്റായിരിക്കാം. പക്ഷേ ഈ അയ്യപ്പന്മാർ കഴിഞ്ഞ അവരുടെ ഡ്യൂട്ടി സമയത്ത് മുഴുവൻ ഈ പടികളിലായിരുന്നില്ലേ? ആയിരുന്നു അല്ലേ? അവരവിടെ നിന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ആ 30 പേരുടെ മുഖത്ത് നോക്കി. അവരുടെയൊക്കെ മുഖത്ത് ഒരു വല്ലാത്തൊരു ചാരിതാർത്ഥ്യമുണ്ട്. ഇത്രയും കാലം ഭഗവാനെ സേവിച്ച് ഭഗവാനെ കാണാൻ വന്ന ആളുകളെ പിടിച്ചു കയറ്റി വലിയ കായിക അധ്വാനമുള്ള ജോലിയാണ്. വെറുതെ അലസമായി അവരോട് നിന്നിട്ട് കയറി വാ എന്ന് പറയല്ല. ആളുകളെ എടുത്തു കയറ്റുന്നു, പിടിച്ചു കയറ്റുന്നു, ഭയങ്കര തിരക്കാണ്. എന്നോട് മുമ്പൊരിക്കൽ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്, ഈ രാത്രി അവസാനത്തെ മഞ്ചേരിയിൽ നമ്മൾ പുതുവർഷ ആഘോഷം ഉണ്ടല്ലോ, പാപ്പാഞ്ഞിയൊക്കെ കന്നിച്ചിട്ട് ബോട്ടിൽ കയറാൻ ആൾ വരും. ഒരു ബോട്ടിലേക്ക് ഇത്ര പേരെ കയറ്റാൻ പാടുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് ക്രൗഡ് വന്നു കഴിഞ്ഞാൽ ബോട്ടിൽ ജെട്ടിയിലേക്ക് ആളുകൾ തള്ളിക്കയറുമ്പോൾ ഒരു ബോട്ടിൽ പരമാവധി 100 പേര്, 10,000 പേരായിരിക്കും നിൽക്കുന്നത്. അതിൽ നിന്ന് 100 പേരെ കയറ്റണം. ഈ 100 പേരെ കയറ്റിക്കഴിഞ്ഞാൽ ക്രോസ് ചെയ്യണം. അതിന് ഇവർ ലാത്തിയൊക്കെ ഉപയോഗിച്ച് ബലം പിടിച്ച് നിൽക്കും.
അപ്പോൾ ഭയങ്കര തള്ളാണ് വരുന്നത്. ആ തള്ള് വന്ന് ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ തള്ളുന്ന തള്ള് ഒരു ലാത്തി കൊണ്ട് തടയുന്ന പോലീസുകാരന് അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. കാക്കി യൂണിഫോമിൻ്റെ ബലം കൊണ്ട് മാത്രം നിൽക്കുകയാണ്, അതിനോടുള്ള ഭയം കൊണ്ട്. പക്ഷേ ഇവരുടെ നെഞ്ചത്തേക്ക് ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ നെഞ്ചത്ത് ഭയങ്കര സമ്മർദ്ദമാണ്, നെഞ്ച് പൊട്ടിപ്പോകുന്ന നെഞ്ചുവേദനയാണ് ഈ പോലീസുകാർ അനുഭവിക്കുന്നത്. അവസാനം എന്ത് ചെയ്യും? ഈ 100 പേരെ മാത്രമേ 150 പേരെ ജെട്ടിയിലേക്ക് കയറാവുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇവർ ഒരു ലാത്തി വീശി ഒരു 3-4 അടി ഇടിക്കും. അപ്പോഴത്തേക്ക് ആളുകൾ ഓടിപ്പോകും. അപ്പോൾ ഇങ്ങനെ വലിയ പോലീസുകാർ ഈ 18ാം പടിയിൽ നിൽക്കുന്നവരും ഈ ക്രൗഡ് അങ്ങോട്ട് കയറി വരുമ്പോൾ അവർ ശാരീരികമായി അവർക്ക് വലിയ സമ്മർദ്ദവും ക്ഷതവും ഏൽക്കുന്നുണ്ട്. അതിനെയൊക്കെ ഭഗവാനുള്ള ഒരു ഡെഡിക്കേഷന് വേണ്ടിയിട്ട് നിന്നവരല്ലേ ഈ 30 പേര്. അതെ, അവരവിടുന്ന് പോയപ്പോൾ സന്നിധാനത്തിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു പോയി. ശരിയാണ്, ആചാരം ലംഘിച്ചു, നിയമം ലംഘിച്ചു. എന്നോട് ഇതുമായി ഇവരുടെ ചുമതല ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ഓഫീസറാണ്, സിവിൽ പോലീസ് ഓഫീസറല്ല. അദ്ദേഹം ഇപ്പോൾ മലബാറിലാണ്. അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തി. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ഞാൻ എത്തിയതേ ഉള്ളൂ, വന്നപ്പോഴേ കേൾക്കുന്ന ഇതാണ്, ചിലപ്പോൾ നടപടിയൊക്കെ വരും. ഞാനൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു പോലീസ് കോൺസ്റ്റബിളല്ല. ഞാനൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ആ തിരക്കെല്ലാം കഴിഞ്ഞ് പോയപ്പോൾ കാലിയായല്ലോ, പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ സംഭവിച്ചതാണ്. എൻക്വയറി നടക്കുന്നുണ്ട്, എന്നാലും വല്ല വിഷമമായിപ്പോയി. പക്ഷേ ഞാനൊക്കെ ഈ കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് അത് അങ്ങനെ പറഞ്ഞു. ഈ കുട്ടികളോട് പറയുന്നുണ്ടായിരുന്നു, ഇത് വളരെ പവിത്രമായ കാര്യമാണ്, നിങ്ങളിവിടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ ഭാഗ്യമാണ്, ഭഗവാന്റെ സേവയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ലേ, അവർക്ക് ഈ സെൽഫി എടുക്കൽ, ഫോട്ടോ എടുക്കൽ ഇതൊക്കെ ഒരു ക്രൈസായിട്ട് വന്ന് അവർ ചെയ്തതാണ്. നിയമപരമായും ആചാരപരമായും വിശ്വാസപരമായും തെറ്റാണ്. അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് വരാൻ പോകുന്നല്ലോ അറിയില്ല. ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്. ഇത്രയും ദിവസം ഊണും ഉറക്കമില്ലാതെ ജോലി ചെയ്ത അവരുടെ സേവനം വൃഥാവിലായിപ്പോൾ ഒരുപക്ഷെ അവർക്ക് സസ്പെൻഷനൊക്കെ വരാമായിരിക്കും എന്നൊക്കെ അദ്ദേഹം വല്ലാത്തൊരു വിഷമത്തോടെ പറഞ്ഞു. അദ്ദേഹം അവരെ ന്യായീകരിക്കുകയല്ല, എന്നാൽ പോലും അവർ ചെയ്തത് തെറ്റാണ് എന്ന് സമ്മതിച്ചു അവരുടെ. അദ്ദേഹം ഇപ്പം മലബാറിലെ അദ്ദേഹത്തിൻ്റെ ലാവണത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ഫോട്ടോ എടുത്തത് സെൽഫിയൊന്നുമല്ല, പോലീസിൻ്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറാണ് ഫോട്ടോ എടുക്കുന്നത്, ആളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോ എടുത്തു. ഇവരൊക്കെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പറയില്ലേ, അയ്യപ്പനെ വിളിക്കുന്നത്, ശബരിമലയ്ക്ക് പോകുമ്പോൾ നമ്മൾ വിളിക്കുന്ന ഒരു ശരണമുണ്ട്, അറിവില്ലാ പൈതങ്ങളാണ് പൊന്നു സ്വാമിയേ, അല്ലേ? അതെ. ഈ ഇത്രയും നിസ്വാർത്ഥമായി അവർ ആചാരം ലംഘിച്ചു, വിശ്വാസം ലംഘിച്ചു, നിയമം ലംഘിച്ചു. അവർ ശബരിമല അട്ടിമറിക്കാൻ നോക്കിയതല്ലല്ലോ, അമ്പലത്തിന് എന്തെങ്കിലും ദോഷം വരുത്താൻ നോക്കിയോ? ഭഗവാനിലൂടെ ഒരു വിശ്വാസക്കുറവാണ് കാണിച്ചത്. അവിടുത്തെ ഭഗവാന്റെ വിശുദ്ധി, ക്ഷേത്രത്തിൻ്റെ വിശുദ്ധി നശിപ്പിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടില്ല. അവർ വന്നു, ഞങ്ങൾ ഇത്രയും ചെയ്തല്ലോ, അതിൻ്റെ ഒരു ചിത്രം ആ തിരുനടയിൽ വെച്ച് എടുക്കാമെന്ന് അവർ ആഗ്രഹിച്ചു പോയി. തെറ്റാണ്, തെറ്റാണ്. എന്നാലും നമ്മൾ ശരണം വിളിക്കത്തില്ലേ, അറിവില്ലാ പൈതങ്ങളാണ് പൊന്നു സ്വാമിയെ, ക്ഷമിച്ചൂടെ? ക്ഷമിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാധ്യമപ്രവർത്തകരുണ്ട്, ആരോഗ്യ മേഖലയിലുള്ള ആൾക്കാരുണ്ട്, പോലീസ്, എക്സൈസ്, വിവിധ ഫോഴ്സിലുള്ളവരുണ്ട്. ഇവർക്കെല്ലാം ഇങ്ങനെ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നമ്മൾ തെറ്റായ ഒരു നടപടിയാണെന്ന് പറഞ്ഞു അംഗീകരിച്ചു. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഇത്രയും സമ്മതിച്ചു. ഇന്നലെ ചെയ്ത ഒരു അബദ്ധം ഇന്ന് ആചാരമാകാം, നാളെ ശാസ്ത്രമാകാം എന്ന് പറയുന്നുണ്ട്. ശരി, പക്ഷേ ഇതോടുകൂടി ഈ അബദ്ധം അവസാനിച്ചു. ഇനി ഇതൊരു വാണിംഗും കൂടിയാണ്. ഇങ്ങനെ ചെയ്താൽ അത് പ്രശ്നമാണെന്ന്, അതുകൊണ്ട് ഇനി ആരും മുതിർന്നു വരില്ല. അതെ, അങ്ങനെ വേണം ചെയ്യാം. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞ് ചെയ്തത് തെറ്റാണ്, ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്ന പോലെ ഒരു വാണിംഗിൽ നിർത്തിയാൽ ഓക്കെ. അതല്ലാതെ ശാസനം കൊടുക്കുക, നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമായിരുന്നു, ഇനി ഒരിക്കലും അത് ആവർത്തിക്കരുത്. അത് ശരി. അല്ലാതെ അവരെ ശിക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് മുറവിളി കൂട്ടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അല്ല, ശിക്ഷിക്കണമെന്നൊക്കെ ഇപ്പോൾ ഉള്ള നാരേറ്റീവ് എന്താ വെച്ചാൽ ഇവരെല്ലാം പുറം തിരിഞ്ഞ് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മൾ അമ്പലത്തിൽ പോയി മത്സരത്തിന്റെ കാര്യം പറഞ്ഞത്, അതെ, അത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചില സാഹചര്യങ്ങളാണ് സംഭവിച്ചത്. ഇവിടെ പർപ്പസ്ഫുള്ളി ഫോട്ടോയ്ക്ക് വേണ്ടി അവർ അമ്പലത്തിൽ, ഇത് ശരിക്കും പറയാം ഭഗവാൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു 18ാം പടിയിലാണ് നിൽക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞു വേണമെങ്കിൽ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഏറ്റവും മുകളിലത്തെ സ്റ്റെപ്പ് നിൽക്കുന്നവർ പുറംതിരിക്കുന്നവർ. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉച്ചയ്ക്ക് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ 3 മണിക്ക് എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കുന്നവർ അവിടെ തിരക്കില്ല. ആ സമയത്താണ് സംഭവിച്ചത്. ചില സമയത്ത് ഇപ്പോൾ ശനി ഞായർ ദിവസങ്ങളിലോ അവധി ദിവസങ്ങളിലോ അല്ലെങ്കിൽ മിക്കവാറും ഉച്ച സമയത്ത് അവിടെ കാലിയാണ്. എത്ര തവണ വേണമെങ്കിലും നമുക്ക്. ഞാൻ മലയ്ക്ക് പോയിട്ട് 18ാം പടി കയറുന്നത് നമുക്കൊരു ഭയങ്കര വല്ലാത്തൊരു അനുഭവമാണ്. ഞാൻ ശബരിമലയ്ക്ക് പോയി പറഞ്ഞ സ്ഥിതി വിശ്വസിക്കില്ല. കെട്ടൊക്കെ കെട്ടി പോയിട്ട് ഒരു തവണ ഞാൻ പടി കയറി മുകളിൽ തൊഴുതു, വീണ്ടും ഇറങ്ങി വന്നിട്ട് വീണ്ടും കയറി, അങ്ങനെ 4 തവണ കയറിയിട്ടുണ്ട്. 4 തവണ. അത് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു സന്തോഷമാണ്. കാരണം അതുപോലെ ശൂന്യമായ ഒരു അവസ്ഥ, വലിയ തിരക്കില്ലാത്ത സമയത്ത് എനിക്ക് പോകാൻ പറ്റിയത്. നമ്മൾ അവിടെ ചെന്ന്, അവിടെ നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു, സന്നിധാനത്തിലും പോലീസുകാരും ഒക്കെ നമുക്ക് പരിചയമുള്ളവരുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് സ്വന്തമായി ഇഷ്ടംപോലെ കൺകുളിർക്ക ഭഗവാനെ കാണാൻ കഴിയും. പക്ഷേ അത് ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ലെന്നു, അതിനുശേഷം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ കുട്ടികളുമായിട്ട് പോയി കഴിഞ്ഞ തവണയാണ്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഓരോ പടിയിൽ
രീതിയിൽ അവരെ കൊണ്ട് തൊട്ട് തൊഴിച്ച്, അത് തിരക്കില്ലാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ ഈ തിരക്കുണ്ടെങ്കിൽ ഈ പറയുന്ന പോലീസുകാർ ഒരു മിനിറ്റിൽ ഒരു സെക്കൻഡിൽ ഇത്ര പേരെ കയറ്റി വിടണം, 80 പേരെ കണ്ട് പോകണം ഒരു മിനിറ്റിൽ. അത്രയും പേരെ വിടുമ്പോൾ ഇങ്ങനെ അല്ല, അവർ കായികമായി അധ്വാനിക്കുകയാണ്. അതെ. അപ്പോൾ ആ സമയത്ത് ഈ ഇപ്പം മലബാറിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരെ കാണണം, അവർ കാൽനടയായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ചിലപ്പോൾ 4ാമത്തെ സ്റ്റെപ്പിലോട്ട് എത്തുന്നത് പറ്റില്ല. ഇവരുടെ വിശ്വാസമാണ് ഈ 18 പടിയും ചവിട്ടി കയറുക. അതാണ് 18 പടിയും ചവിട്ടി ഓരോ പടിയിലും തൊട്ട് അതെ, അങ്ങനെ കയറാൻ പറ്റുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇവർ ചെയ്യുന്നത് നിസ്വാർത്ഥമായ സേവനം തന്നെയാണ്, ഒരുപാട് കഠിനാധ്വാനമാണ്. പക്ഷേ അതുകൊണ്ട് അവരോട് മക്കളെ, പോലീസ് അയ്യപ്പന്മാരെ, നിങ്ങൾ ചെയ്തത് ശരിയല്ല. അത് അപ്പോൾ എന്നോട് പറഞ്ഞ അവരുടെ ഒരു മുതിർന്ന ഓഫീസർ എന്നോട് പറഞ്ഞ് ഈ പിള്ളേരെയൊക്കെ വിളിച്ച് ഞാൻ ഉൾപ്പെടെ പലതവണ പറഞ്ഞതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പദവിയും പറയുന്നില്ല. പക്ഷേ എന്താണോ ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ഇതെല്ലാം കേട്ട് ആവേശം, ന്യൂ ജനറേഷൻ പിള്ളേരല്ലേ, പറ്റിയ വശമാണ്. അവരത് മാത്രമല്ല, അവരെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ കരിയർ മാത്രമല്ല, കരിയറിൻ്റെ കാര്യം തുടക്കത്തിലാണല്ലോ. അതാണ് വല്ലാത്തൊരു SAP-യിലെ പിള്ളേരാണെന്ന് തോന്നുന്നു, SAP-യിലെ കുട്ടികളാണെന്ന് തോന്നുന്നു. ഞാൻ അവരെ കുട്ടികളെന്ന് വിളിക്കാനില്ല, കാരണം പ്രായമുള്ളവരൊക്കെ ഉണ്ട്. എന്നാൽ പോലും അവർ നമുക്ക് അങ്ങനെ കാണാം, നമ്മളെക്കാളും പ്രായമുള്ളവരോ നമ്മുടെ ഒപ്പം പ്രായമുള്ളവരൊക്കെ കാണുമായിരിക്കാം. എന്നാൽ പോലും അവരെ കുട്ടികളെന്ന് വിളിച്ചിട്ട് അവർക്ക് പറ്റിയ അറിവില്ലാപ്പൈതങ്ങളുടെ ഒരു അബദ്ധമാണ്, അത് ക്ഷമിച്ചു കൊടുക്കാം, ഇനിമേലിൽ ആവർത്തിക്കരുതെന്ന് പറയാം. അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയെ ഇത്രയും ദിവസം സേവിച്ചിട്ട് അവർ വന്ന് ശിക്ഷിക്കപ്പെടുമ്പോൾ അവരുടെ മനസ്സിൽ വല്ലാത്തൊരു മുറിവുണ്ടാകും. ഒരു പക്ഷേ ഭഗവാന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് ഇതാണല്ലോ ഞങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറയുന്ന ഒരവസ്ഥ വല്ലാത്ത വിഷമകരമായൊരവസ്ഥയാണ്. ഒരുപക്ഷെ നമ്മളെക്കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതും ഭഗവാനായിരിക്കാം. ഏതായാലും ആ പോലീസ് അയ്യപ്പന്മാരോട് കേരളം ക്ഷമിക്കണം എന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം. സിനു അതിനോട് യോജിക്കുവാണ്. അല്ല, ഞാൻ പറയുന്നല്ലോ, ഇവർക്ക് ശിക്ഷയൊന്നും കൊടുക്കണ്ട, ഒരു വാണിംഗ് കൊടുത്താൽ മതി. ഇപ്പൊ തന്നെ അവർക്ക് മനസ്സിലായി. അല്ല, പക്ഷെ കോടതിയല്ലേ, അപ്പൊ കോടതിയുടെ ഭാഗത്തുനിന്ന് എന്താ ഉണ്ടാവുന്ന ഇവർക്കും പേടി ഉണ്ടാവില്ല. അതെ, കോടതിയും അത് ഉദാരമായി കാണണം. ആചാരലംഘനം നടത്താൻ വേണ്ടി മറ്റേ മനീതി സംഘം വന്നതുപോലുള്ള ആചാരലംഘനമല്ലല്ലോ. മറ്റേ എന്താ ഒരു മുസ്ലിം സ്ത്രീയുടെ പേരെന്താ, രഹന ഫാത്തിമയുടെ ആചാരലംഘനം അല്ലല്ലോ, അതൊന്നും അല്ലല്ലോ. അല്ല, മാത്രമല്ല ഇവർ ഇത്രയും ദിവസം സേവനം അനുഷ്ഠിച്ചതാണ്. അതാണ് അതുകൊണ്ട് അവരോട് പൊറുക്കണം. അയ്യപ്പൻ ആഗ്രഹിക്കുന്ന അതായിരിക്കാം. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.